ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. കലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. കാന്തനെ വരവിനെത്ര താമസം വിഭോ, കതു പാരിതിൽ ഞാൻ പാർത്തിടുന്നവോ. കാന്തനെ വരവിനെത്ര താമസം വിഭോ, കതു പാരിതിൽ ഞാൻ പാർത്തിടുന്നവോ. കലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. രാജ്യത്തോടെതിർത്തു തോൽപ്പിച്ചിടുന്നു. ജാതിയോട് പോരിനായുധങ്ങളാ രാജ്യത്തോടെതിർത്തു തോൽപ്പിച്ചിടുന്നു. കാന്തനെ നിൻ വരവിനെത്ര കാത്തിടേണം ഞാൻ. കാന്തനെ നിൻ വരവിനെത്ര കാത്തിടേണം ഞാൻ. വന്നു കൺമരാശയേറി കാത്തിടുന്നു ഞാൻ. വന്നു കൺമരാശയേറി കാത്തിടുന്നു ഞാൻ. കലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. രോഗങ്ങളും പീഡകളും ഏറിടുന്നല്ലോ. ക്ഷാമവും ഭൂകമ്പങ്ങളും വർദ്ധിച്ചിടുന്നേ. രോഗങ്ങളും പീഡകളും ഏറിടുന്നല്ലോ. കാന്തൻ തൻ വരവിൽ ലക്ഷ്യമെങ്ങും കാണുന്നേ. കാന്തൻ തൻ വരവിൽ ലക്ഷ്യമെങ്ങും കാണുന്നേ. വേഗം വന്നെന്നാശ തീർത്തു ചേർത്തു കൊള്ളണേ. വേഗം വന്നെന്നാശ തീർത്തു ചേർത്തു കൊള്ളണേ. കലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. നാദമെന്റെ കാതിൽ കേൾക്കാറാൻ മധ്യവാനിൽ ദൂതരൊത്തു കാന്തൻ വരാറാൻ. കാഹളത്തിൻ നാദമെന്റെ കാതിൽ കേൾക്കാറാൻ മധ്യവാനിൽ ദൂതരൊത്തു കാന്തൻ വരാറാൻ. കാത്തിരിക്കും ശുദ്ധരെ താൻ ചേർത്തു കൊള്ളാറാൻ. കാത്തിരിക്കും ശുദ്ധരെ താൻ ചേർത്തു കൊള്ളാറാൻ.
യുദ്ധം ചെയ്യാറാ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൽ കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ, അവൻ്റെ വചനം ശ്രവിപ്പാൻ നമുക്കെല്ലാവർക്കും ഇടയായല്ലോ. ദൈവത്തിന് സ്തുതി. ആദ്യമായി നമുക്ക് ഒരു വചനം ഞാൻ തന്നെ വായിക്കാം. സങ്കീർത്തനം 119:54. സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനമാകുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ, ഞാനിപ്പോൾ താമസിക്കുന്ന വീട് എൻ്റേതല്ല, വീട്ടിൽ താമസിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ നിൻ്റെ ചട്ടങ്ങൾ അവിടെ എനിക്ക് കീർത്തനമാകുന്നു. നിൻ്റെ ന്യായപ്രമാണം എനിക്ക് കീർത്തനമാകുന്നു. നിൻ്റെ കൽപ്പനകൾ എനിക്ക് കീർത്തനമാകുന്നു. നിൻ്റെ വഴികളിലൂടെ, നിൻ്റെ കൽപ്പനകളിലൂടെ, നീ നയിക്കുന്ന വഴികളിലൂടെ, നീ വെച്ചിരിക്കുന്ന ആ വിളക്കിൻ്റെ ചുവട്ടിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് 39-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നു. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ, നിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ അന്യനും പരദേശിയുമാണ്. ആരാണീ പറയുന്നത്? രാജാതിരാജാവായ ദാവീദ് പറയുകയാണ്. അപ്പോൾ അവിടെ വെച്ച് പറയുകയാണ്, ആ രാജ്യത്തെ ഒന്നാമത്തെ ഒരു സിറ്റിസനാണ്. പക്ഷേ പറയുകയാണ്, ഞാൻ അന്യനാണ്, ഞാനിവിടെ പരദേശിയാണ്, നിൻ്റെ മുമ്പിൽ ഞാൻ അന്യനും പരദേശിയുമാണ് എന്ന്. ഗോത്രപിതാവായ യാക്കോബും ഇതുപോലെ ഒരു വാക്ക് പറയുന്നുണ്ട്. മനോഹരമായ ഒന്നൊരു സന്ദർഭത്തിലാണ് അത് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 47-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. യാക്കോബ് ഫറവോനോട്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും മാത്രമേ. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് തൻ്റെ സായങ്കാലത്തിൽ മഹാനായ ആ ഫറവോൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അവനെ അനുഗ്രഹിച്ചിട്ട് നിൽക്കുമ്പോൾ ഫറവോൻ ചോദിക്കുകയാണ്, നിൻ്റെ പ്രായം എത്രയായി? നിൻ്റെ വയസ്സെത്രയായി? അപ്പോഴാണ് മനോഹരമായ ഈ വാക്യം അവൻ്റെ വായിൽ നിന്ന് വരുന്നത്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരവും ആയിരിക്കുന്നു, എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രയെന്ന്. ഈ ഭൂമിയിലൂടെ ഞാൻ സഞ്ചരിച്ചത് ഇവിടെ തട്ടി നിൽക്കാനല്ല, എൻ്റെ ദേശം ഇവിടെയല്ല, എൻ്റെ പട്ടണം ഇവിടെയല്ല, ഞാൻ വേറൊരു പട്ടണത്തിലെ ആളാണ്, വേറൊരു നഗരത്തിലെ ആളാണ്, വേറൊരു നഗരത്തിലെ സിറ്റിസനാണ് എന്ന് ഉറക്കെ പറയുകയാണ്, ശാന്തനായി പറയുകയാണ്. നമ്മുടെ ഗോത്രപിതാക്കന്മാരെല്ലാവരും തന്നെ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഇവരെല്ലാവരും തന്നെ കൂടാരങ്ങളിൽ പാർത്തവരായിരുന്നു. അവർ ഈ ഭൂമിയിലൂടെ നടന്നപ്പോൾ, അനേക ദേശങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ, അനേക വസ്തുവകൾ സമ്പാദിച്ചപ്പോൾ, അനേക ജനതയുടെ പിതാക്കന്മാരായിരുന്നപ്പോൾ അവർക്കൊരിക്കലും തോന്നിയില്ല അവർ ഈ ഭൂമിയുടെ വകയാണെന്ന്, മറിച്ച് സ്വർഗത്തിൻ്റെ വകയാണെന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ നമ്മളത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും തന്നെ, പൂർവ്വപിതാവായ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും എല്ലാവരും തന്നെ ഈ ഭൂമിയിൽ അവരുടെ കെട്ടുകൾ കെട്ടിയിരുന്നില്ല. ഭൂമിയുടെ ഉണ്ടായിരുന്ന എല്ലാ കെട്ടുകളും അഴിച്ച് സ്വർഗത്തിലേക്ക് നോക്കി, ഉന്നതൻ്റെ ആ ഭവനത്തിലേക്ക് നോക്കി യാത്ര ചെയ്തവരായ ആ പൂർവ്വപിതാക്കന്മാരെ നമുക്ക് നോക്കി. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് വായിച്ചു കേൾക്കാം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അവർ 3 പേരും, ഗോത്രപിതാക്കന്മാരെല്ലാവരും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനായി നോക്കി പാർത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവം ശില്പിയായി നിർമ്മിച്ചത്. ഈ ലോകത്ത് ഇവിടെ അനേകം ആർക്കിടെക്ട്സ് ഉണ്ട്, അനേകം ആൾക്കാരുണ്ട്, അനേകം വിദഗ്ധരുണ്ട്, വലിയ രമ്യകർമ്മ്യങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ വലിയ ഗോപുരങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യനുണ്ടാക്കിയ അനേക കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതെല്ലാം ഉടഞ്ഞു പോകുന്നതിന് വേണ്ടി, അതെല്ലാം നിരപ്പാകുന്നതിന് വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. എന്നാൽ ഒരു കാലത്തും ഉടഞ്ഞു പോകാത്തതായ നിത്യഭവനം ദൈവം ശില്പിയായി നിർമ്മിച്ചിരിക്കുന്ന, ദൈവം ഒരു ആർക്കിടെക്റ്റായിട്ട് നിൽക്കുന്ന, നിത്യനായവൻ ഒരു ആർക്കിടെക്റ്റായി നിർമ്മിച്ചിരിക്കുന്ന ആ വലിയ നഗരത്തിലേക്ക് നോക്കിപ്പാർത്തവരായിരുന്നു ഗോത്രപിതാക്കന്മാരെല്ലാവരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൗരത്വം എവിടെയാണ്? നമ്മളെങ്ങോട്ട് നോക്കിപ്പാർക്കുന്നവരാണ്? അതാണ് ഏറ്റവും കാതലായ ചോദ്യം. നമ്മുടെ ആഗ്രഹം എവിടെ നിൽക്കണമെന്നാണ്. ഇന്നത്തെ തലമുറയിൽ ഞാൻ അനേകം ചെറുപ്പക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ, ഒരു അധ്യാപകനായി നിൽക്കുമ്പോൾ,
അവരുടെ മനസ്സെന്താണ്? ഈ ദേശം അവർക്ക് തികയുന്നില്ല, ഈ ദേശം അവർക്ക് കാണാൻ പറ്റുന്നില്ല. അവർ വേറെ ദേശങ്ങളിലേക്കാണ് അവരുടെ ചിന്തകൾ മുഴുവനും. നല്ലൊരു ശതമാനം കുട്ടികളും പുറത്തൊരു അന്യദേശങ്ങളിലൊരു ജോലി, അന്യദേശങ്ങളിലൊരു പി ആർ അതാണ് നമ്മൾ കേൾക്കുന്നത്. കുട്ടികളുടെ ഇടയിൽ നിന്ന് കേൾക്കുന്ന വാക്ക് അതാണ്. ഞാൻ പഠിപ്പിച്ചുവിട്ട കുട്ടികൾ പലരും ചിന്തിക്കുന്ന വാക്ക് അവർക്കാണ്, ഞാൻ ഇപ്പോൾ അവിടെ ജോലി ചെയ്യാണ് സാറേ, പക്ഷേ PR കിട്ടിയിട്ടില്ല, ഒരു പെർമനൻറ്റ് റെസിഡൻസ് കിട്ടിയിട്ടില്ല, ഒരു പെർമനൻറ്റ് റെസിഡൻസ് കാർഡ് കിട്ടിയിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ ലോകത്ത് ഏതെങ്കിലും ഒരു വലിയ വികസിത രാജ്യത്ത് ഒരു PR കിട്ടുക എന്നുള്ളതാണോ? നമ്മുടെ പൗരത്വം എവിടെയാണ്? വളരെ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ താമസിക്കുന്ന പലരും, ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവർ തന്നെ, ഇവിടെ പഠിക്കുന്നവർ തന്നെ, അവരൊരു കനേഡിയൻ പൗരനായിട്ടോ അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയ സ്വപ്നം കണ്ട് ഓസ്ട്രേലിയയിലെ ജീവിതം ഇപ്പോൾ തന്നെ മുന്നാസ്വാദനത്തോടെ നടക്കുന്നവരോ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലോകത്തിൻ്റെ ആ മ്ലേച്ഛതകളിലേക്ക്, ലോകത്തിൻ്റെ ആ ചന്തയുടെ എല്ലാ ആകർഷണങ്ങളിലേക്കും വിട്ടുപോകുന്ന ഒരു സമൂഹത്തെ നമുക്കിന്ന് കാണാൻ പറ്റും. അവരുടെ മധ്യത്തിൽ വളരെ വ്യക്തതയോടുകൂടി, നമുക്ക് നല്ല ഉറപ്പോടുകൂടി ഓരോ മനുഷ്യരും, ഓരോ വിശ്വാസിയും, ഓരോ ആത്മീയ ജീവിതം നയിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ ദേശം എവിടെയാണ്? എൻ്റെ ദേശം എവിടെയാണ്? ദൈവത്തിന് സ്തോത്രം. ഒരു പുണ്യദേശത്തേക്ക് ഞാൻ നോക്കിപ്പാർത്ത് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്താ വിഷയം. നമ്മുടെ മക്കളുടെ പൗരത്വം അവരാഗ്രഹിക്കുന്നത് എവിടെയാണ്? അവരുടെ ചിന്ത എന്താണ്? അത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ മനോഹരമായ നല്ല പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് ജനിച്ചിട്ട്, ഇവിടെ ഇത്ര വചനമുള്ള ഈ ദേശത്ത് ജനിച്ചിട്ട്, നമ്മൾ മറ്റൊരു രാജ്യത്ത് ചെന്ന് ആത്മീയമായി തകർന്നാൽ, ആത്മീയമായി എവിടെയെങ്കിലും ചെന്ന് അടിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? കുട്ടികളെ അനേകവിധമായി നമ്മൾ ദൂരദേശങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, അവരെ ഒരു ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രവ്യാഗ്രഹത്തിന് വേണ്ടിയിട്ടോ, കൂടുതൽ അതിരുകൾ വിശാലമാക്കുന്ന, ഈ ഭൂമിയിൽ അതിരുകൾ വിശാലമാക്കുന്നതിന് വേണ്ടിയിട്ടോ നാം പറഞ്ഞു വിടുമ്പോൾ നാം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്, ആത്മീയമായി അവരുടെ അവസ്ഥ എന്താണ്? അവരവിടെ ചെന്നിട്ട് യേശുക്രിസ്തു ഉള്ളിലുള്ളവനായിട്ടാണോ അവൻ പോകുന്നത്? യേശുക്രിസ്തുവിൻ്റെ വകയായിട്ടാണോ അവൻ പോകുന്നത്? ഒരു മാനസാന്തര ജീവിതം ഇഷ്ടപ്പെട്ടാണോ അവൻ പോകുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തു ഉള്ളിലുള്ളവനായി എവിടെ പോയാലും നാം പേടിക്കാനില്ല. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വകയാണ്. അവനെ ദുഷ്ടൻ തൊടാതെ സൂക്ഷിക്കാൻ അവനറിയാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവർ അനേകർ ഇന്ന് പോയിട്ടുണ്ട്. ഈ കാൽവരി പ്രെയർ ഫെലോഷിപ്പിൻ്റെ അനേകം യുവാക്കൾ വിവിധ വിദേശ രാജ്യങ്ങളിൽ അവർ കയ്യും മെയ്യും മറന്ന് ദൈവരാജ്യത്തിന് വേണ്ടി, അവരുടെ അനേകം ആത്മാക്കളെ നേടുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ച ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ അനേകരുടെ അവസ്ഥ അതല്ല. അത് നമ്മൾ അറിയേണ്ട വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു വെള്ളത്തിനകത്ത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര കുലുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അത് വീണ്ടും രണ്ടായി കിടക്കും. രണ്ടും കൂടെ കലരാനാവുന്നില്ല. രണ്ടും രണ്ടായിട്ട് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എവിടെയാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അവർ വ്യത്യസ്തരായി നിൽക്കും എന്ന് എനിക്കറിയാം. എന്നാൽ അനേകരുടെ അവസ്ഥ അതല്ലല്ലോ. ഒരു വലിയ തീ കൂട്ടിയിരിക്കുന്നിടത്തേക്ക് ഈയാമ്പാറ്റകളെ പോലെ പറന്നു നടക്കുന്നു. ലോകത്തിൻ്റെ ആ മായ കാഴ്ചകൾ, അവിടെ കൂടിയിരിക്കുന്ന ആ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ, വലിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ നാട്ടിലേക്ക്, സ്വാതന്ത്ര്യമാണ് എല്ലാം എന്ന് വിചാരിച്ച് രാത്രിയും പകലും ഒരുപോലെ നടക്കുന്ന ഒരു നാട്ടിലേക്ക് ഇടങ്കയും വലങ്കയും തിരിയാത്ത നമ്മുടെ യുവതലമുറ ഇറങ്ങിപ്പോയാൽ, അനേകർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, ആ തീകുണ്ടത്തിലേക്ക്, ദുഷ്ടൻ കൂട്ടിവെച്ചിരിക്കുന്ന തീകുണ്ടത്തിലേക്ക് ചെന്ന് ഈയാമ്പാറ്റകളെ പോലെ ആത്മീയമായി കരിഞ്ഞുണങ്ങി വീണാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് പ്രിയരെ? നമുക്ക് ഓരോരുത്തർക്കും തന്നെ. നമ്മുടെ ആ പൗരത്വം എവിടെയാണ്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ആ ചിന്തയുള്ളവർക്ക് മുമ്പോട്ട് പോകുവാൻ, അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ, വിശ്വാസത്തിൽ വളർത്തുവാൻ, മാനസാന്തരത്തിൽ അനുഭവത്തിൽ വളർത്തുവാൻ എളുപ്പമാണ്. അല്ല എങ്കിൽ അത് എളുപ്പമല്ലാത്ത കാലത്തൂടെ നാം കടന്നു പോകുന്നു. ഒരു പൗരബോധം ഉണ്ടായിരിക്കണം. സ്വർഗത്തിലെ ഒരു പൗരനാകാൻ ആഗ്രഹിക്കുന്നവന് ഒരു പൗരബോധം ഉണ്ടായിരിക്കും, ഒരു സിവിക് സെൻസ് ഉണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇല്ലാത്തത് അത് തന്നെ. എങ്ങനെ പെരുമാറണമെന്ന് നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയില്ല. ഒരു പൊതുവായിട്ടുള്ള സ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കാണാം, റോഡിൽ പോലും തുപ്പുന്നവരെ നമുക്ക് കാണാം, എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ലാത്തവരെ കാണാം, തർക്കിക്കുന്നവരെ കാണാം, തർക്കുത്തരം പറയുന്നവരെ കാണാം, അനേകർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരെ കാണാം. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അനേകം വിദേശികൾ, അവർക്കറിയാം ഇങ്ങനെയൊക്കെ ഒരു വലിയ വേസ്റ്റും കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പോലും അവരൊരു വേസ്റ്റ് ഇടില്ല, ഒരു പ്ലാസ്റ്റിക് അവർ വലിച്ചെറിയില്ല, അവരവിടെ വെറുതെ തുപ്പുകയോ ഒന്നും ചെയ്യില്ല, ഒരു മനുഷ്യനെ ഇടിച്ചിട്ട് വെറുതെ പോവില്ല, വെറുതെ ഒരു തർക്കം ഉണ്ടാക്കില്ല. കാരണം അവർക്കറിയാം, ഞാൻ ആരാണ്? ഞാനൊരു അമേരിക്കൻ സിറ്റിസണാണ്,
ഞാൻ ഐ ഹാവ് ടു ബിഹേവ് ലൈക്ക് എൻ അമേരിക്കൻ സിറ്റിസൺ. അല്ലെങ്കിൽ അവർക്ക് ആ ഉത്തമ ബോധ്യമുണ്ട്, എങ്ങനെ പോയാലും മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാതെ ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത അവരുടെ ജീവിതത്തിലുണ്ട്. അത് അവരുടെ സിറ്റിസൺഷിപ്പിൻ്റെ ഭാവമാണ്. എന്നാൽ സ്വർഗീയ പൗരത്വം ആഗ്രഹിക്കുന്ന, ആ പൗരത്വത്തിലേക്ക് നടന്നു കയറുന്ന നാം ഓരോരുത്തരുടെയും ചിന്ത എന്താണ്? ആ ഒരു ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, ഉന്നതമായ ഒരു കൾച്ചറിലേക്ക്, ഒരു ആത്മീയ സംസ്കാരത്തിലേക്ക് നമുക്ക് നടന്നു വരാൻ സാധിക്കുന്നുണ്ടോ? തർക്കത്തിൽ നിന്ന് വിട്ടുമാറും. നമ്മൾ അനേകരെ കുറ്റം പറയുന്നതിൽ നിന്ന് നമ്മൾ മാറും. അനേകരെ പിറുപിറുപ്പ് നമ്മുടെ മാറും. നമ്മുടെ വായു കൊണ്ടുള്ള ദൂഷണങ്ങളെല്ലാം മാറും. നമുക്ക് അവൻ്റെ ഭാവം കിട്ടും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിന് അരളിച്ചെന്ന അതെൻ്റെ ഭാവം, ആ സൗമ്യ സ്വഭാവം നമുക്ക് ഓരോരുത്തർക്കും കിട്ടും. ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സൗമ്യ ഭാവം നമുക്ക് കിട്ടും. നമ്മൾക്ക് കാണാം, ഈ നിത്യരാജ്യം അവകാശപ്പെട്ട് നിത്യരാജ്യം ചോദിച്ചിട്ട് വന്ന ഒരു യുവാവിനെ നമുക്ക് പരിചയമുണ്ടല്ലോ എല്ലാവർക്കും. നമ്മൾ ഏറെ കേട്ടിട്ടുള്ള ഒരു വേദഭാഗത്തിൽ നിന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അപ്പോൾ അവിടെ ഒരു യുവാവിനെ നമുക്ക് കാണാം. ഒരു കുഴപ്പമില്ല, ലോകപ്രകാരം ഒരു കുഴപ്പമില്ല. നല്ല മിടുക്കനായ ഒരു വ്യക്തി, എല്ലാ കഴിവുകളുള്ള ഒരു വ്യക്തി, ധനവാനായ ഒരു വ്യക്തി, ഒരു നിത്യരാജ്യം, എല്ലാ കൽപ്പനകളൊക്കെ നന്നായിട്ട് പാലിച്ചു വരുന്ന ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണാം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. യേശുവിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവൻ ഓടി വന്ന്, വളരെ നല്ല സ്വഭാവത്തോടുകൂടി ഓടി വന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തിയത് അവൻ ധനവാനായ ഒരു യുവാവായിരുന്നു. പക്ഷെ അവൻ ഓടി വന്ന് കുത്തി, നല്ല ഗുരു എന്ന് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ നിത്യജീവൻ അവകാശമാക്കുവാൻ, ആ നിത്യരാജ്യത്തിലേക്ക്, നിൻ്റെ പൗരത്വത്തിലേക്ക് വരുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഒരു പൗരത്വം കിട്ടാൻ, അവിടെ ഒരു PR കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. അപ്പം കർത്താവ് ആദ്യം അവൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കുന്നുണ്ട്, അവനെ കാണുന്നുണ്ട്, അവനെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, അവൻ്റെ പുറമേയുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഒരു ചോദിക്കുന്നത്, നീ എന്നെ നല്ല ഗുരു എന്തിനാണ് വിളിക്കുന്നത്? നല്ലവൻ ഒരുത്തനല്ലേ ഉള്ളൂ, ദൈവമല്ലേ ഉള്ളൂ, മനുഷ്യനെല്ലാം നല്ല നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന്. ഈ ഒരു അവസ്ഥയിൽ ഈ ഭൂമിയിൽ ജനിച്ചു വളർന്ന മനുഷ്യന്മാരെല്ലാവരും പാപത്തിൻ്റെ അധീനതയിൽ കിടക്കുന്നല്ലോ. പാപത്തിൻ്റെ വേരുകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നല്ലോ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ, നമുക്ക് തല ഉയർത്തി നിൽക്കാൻ എന്താണുള്ളത്? നാം നിസ്സാരരല്ലേ? നാം കൃമി പോലെയല്ലേ? നാം പാപത്തിൽ വീണ് കിടക്കുന്നവരല്ലേ? ഇതെല്ലാം വിചാരിച്ചിരിക്കുകയാണ് കർത്താവ്. ഇതെല്ലാം കേട്ടിട്ട് ചോദിക്കും, നല്ല ഗുരു എന്ന് നീ എന്നെ എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവനോടൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്ന ചോദ്യമാണ്, അതിന് യേശു എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവമല്ലാതെ നല്ലവൻ ആരുമില്ല. കൽപ്പനകൾ നിനക്ക് തന്നിട്ടില്ലേ? ആ കൽപ്പനകളൊക്കെ നീ പാലിക്കുന്നുണ്ടോ? അതൊക്കെ ചോദിക്കുക. കൽപ്പനകളൊക്കെ നീ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, ചതിക്കരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അനേക കാര്യങ്ങൾ, ചട്ടങ്ങളുണ്ടല്ലോ, ചട്ടങ്ങളൊക്കെ നീ പാലിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുക. ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളും ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഈ ചട്ടങ്ങളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ടോ? മോഷ്ടിക്കരുത്, ചതിക്കരുത്, കൊല ചെയ്യരുത്. ഈ കൊല ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഓരോ വാക്കുകളും അന്യരെ ദുഷിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ, നിസ്സാര എന്ന വാക്ക് പറഞ്ഞാൽ, മൂഢ എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, കുറ്റപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നീതിമാൻ്റെ മുമ്പിൽ പോയി, ന്യായവിധിയുടെ മുമ്പിൽ പോയി നമുക്ക് നിൽക്കേണ്ടതാകുന്നു എന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വീണുപോകുന്നവരാണോ? ആത്മീയതയുടെ ഈ പാതയിൽ നമ്മൾ നടക്കുമ്പോൾ, ഈ ദൈവരാജ്യം ലക്ഷ്യമാക്കി, ഈ ദൈവരാജ്യത്തിൻ്റെ പൗരത്വം ലക്ഷ്യമാക്കി മുമ്പോട്ട് പോകുമ്പോൾ ഈ തെറ്റുകൾ നമ്മൾ വീഴുന്നവരാണോ? വീണ് കിടക്കുന്നവരാണോ? വീണും എഴുന്നേറ്റും കിടക്കുന്നവരാണോ? നമ്മളെല്ലാം നന്നായി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നാൽ ഈ യുവാവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനോട് ഗുരു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു, ഈ കൽപ്പനകളെല്ലാം ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് അവൻ പറയുകയാണ്. ശരിയാണ് താനും. പുറമേ നോക്കുമ്പോൾ അവനെ വളരെ ആത്മീയ പ്രസ്ഥാനങ്ങളിലെല്ലാം നിൽക്കുന്നവനാണ്, ഈ കൽപ്പനകളെല്ലാം പാലിക്കുന്നവനാണ്, പതാരം കൊടുക്കുന്നവനാണ്, പെരുന്നാളിന് പോകുന്നവനാണ്. ഒരു തെറ്റും അവനെക്കുറിച്ച് പറയാനായിട്ടില്ല. ശിഷ്യന്മാരെല്ലാം അന്തം വിട്ട് നോക്കുന്നുണ്ട്, ഇവനെക്കുറിച്ച് ഇവന് എന്താ തെറ്റാവുള്ളത്, ഒരു കുഴപ്പമില്ലല്ലോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് അവൻ്റെ ഉള്ളത്തിലേക്ക് നോക്കി പറയുകയാണ്, എന്നാൽ ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം എന്നെ അനുഗമിക്കാമെന്ന്. ഓ ബ്യൂട്ടിഫുൾ. എല്ലാം കൊടുത്തതിന് ശേഷം, നിനക്കുള്ള ആ ധനമെല്ലാം കൊടുത്തതിന് ശേഷം, നിൻ്റെ നിക്ഷേപം എല്ലാം കൊടുത്തതിന് ശേഷം എന്നെ അനുഗമിക്കാമെന്ന്, ഫോളോ മീ എന്ന് കർത്താവ് പറയുകയാണ്. അവൻ ഒരുപാട് നിക്ഷേപം ഉള്ളവനാകിയാൽ, അവൻ ഒരുപാട് സമ്പത്തുള്ളവനാകിയാൽ എന്ത് സംഭവിച്ചു?
ഈ വചനത്തിങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. അവന് പൗരത്വം കിട്ടിയോ പ്രിയരെ? അവന് പൗരത്വം കിട്ടിയില്ല. നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് ഈ രാജ്യത്ത്, ഇതൊരു പ്രത്യേക രാജ്യമല്ലേ, ഒരു നല്ല സന്തോഷമുള്ള ഒരു രാജ്യമല്ലേ, എല്ലാവരും നോക്കി പാർക്കും, ഒരു ക്രിസ്തീയരായിട്ടുള്ള ആത്മീയരായിട്ടുള്ള ആഗ്രഹമുള്ള എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ, അവിടെ ഒരു അംഗത്വം വേണമെന്ന്. പക്ഷേ എല്ലാം തികഞ്ഞവനായി മനുഷ്യൻ കണ്ട ഈ വ്യക്തി ദുഃഖിതനായി തല കുമ്പിട്ടവനായി പിമ്പോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അവൻ എവിടെയാണ് ആശ്രയിച്ചത്? അവൻ്റെ ആശ്രയം ധനത്തിലായിരുന്നു, ഈ മണ്ണിലായിരുന്നു, ഈ ലോകത്തിലായിരുന്നു, ഈ ഭൂമിയിലായിരുന്നു. അവനത് കിട്ടിയില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് എവിടെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടതെന്ന്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. നാം ആരെയാണ് ആശ്രയിക്കേണ്ടത്? രൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവൾ ഒരു ദേശത്ത് പാർത്ത ഒരു വ്യക്തിയാണ്. ഇതൊരു മോവാബ് ദേശത്ത് പാർത്ത ഒരു വ്യക്തിയാണ് രൂത്ത്. അവളൊരു യുവതിയാണ്. പക്ഷേ അവൾക്ക് അനേക കഷ്ടങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവളുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ വന്ന് കാണാൻ പറ്റും. ആ രാജ്യത്ത് തന്നെ ജീവിച്ച് വളർന്ന മിടുക്കിയായിട്ടുള്ള ഒരു പെണ്ണ്, ഒരു കുഴപ്പമില്ലാത്ത ഒരു പെണ്ണ്, ആ യുവത്വത്തിൽ വെച്ച് തന്നെ അവൾക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുകയാണ്, തൻ്റെ അപ്പനെ അവിടെ നഷ്ടപ്പെടുകയാണ്, തൻ്റെ സഹോദരനെ അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത്, എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവൾ പറയുന്ന ചില വാക്കുകളുണ്ട്. അത് നമുക്ക് കേൾക്കാം. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അപ്പനും അമ്മയും അവിടെ പാർക്കാനായിട്ട് പോയി, 2 ആൺമക്കളെ കൊണ്ട് പാർക്കാനായിട്ട് പോയി. 2 പേർക്കും അവിടുന്ന് പെൺകുട്ടികളെ എടുത്തു. പക്ഷേ ആദ്യം അപ്പനും മരിച്ചു, 2 യുവാക്കന്മാരും മരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ അമ്മയമ്മ പറയുകയാണ്, നിങ്ങൾ ഇനിയും ഇവിടെ തന്നെ നിന്നോ, ഞാൻ എൻ്റെ ദേശത്തേക്ക് ബെത്ലഹേം എന്നിട്ട് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. മക്കളെ, നിങ്ങളിവിടെ നിൽക്കുക, നിങ്ങൾക്ക് ഇനിയും യുവാക്കന്മാരെ കിട്ടും, നിങ്ങൾക്ക് ഇനിയും ഭർത്താക്കന്മാരെ കിട്ടും, നിങ്ങളിവിടെ ഭർത്താക്കന്മാരുമായി നല്ലൊരു ജീവിതം നയിക്കുക, ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുക, ഈ മോവാബ് ദേശത്ത് തന്നെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് അത് സഹിക്കാനായിട്ടില്ല. 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. 2 പെൺമക്കൾ ആ അമ്മായിയമ്മയ്ക്കുണ്ടല്ലോ. എന്നാൽ ഒരാൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് അവസാനം പൊട്ടിക്കരഞ്ഞിട്ട് ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചിട്ട് പിരിയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ രൂത്ത് പറയുന്ന അമ്മകൾ എന്താണ് ചെയ്തത്? ആ അമ്മായിയമ്മയോട് പറ്റിച്ചേർന്ന് നിന്നു. അത് വലിയൊരു കൃപയാണ്. പറ്റിച്ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കൃപയാണ്. 16-ഉം 17-ഉം വാക്യങ്ങളിൽ അവളൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. എന്നോടത് പറയല്ലേ, നിൻ്റെ കൂടെ പോരണ്ടെന്ന് പറയല്ലേ, നിൻ്റെ ദേശത്തേക്ക് പോകണ്ടെന്ന് പറയല്ലേ, നിൻ്റെ ദൈവത്തെ എനിക്ക് വേണം, നിൻ്റെ ദൈവത്തെ ഞാൻ കണ്ടുപോയല്ലോ, നിൻ്റെ ദൈവത്തെ ഞാൻ അറിഞ്ഞുപോയല്ലോ, ആ ദേശത്ത് എനിക്ക് പാർത്താൽ മതി, അവിടെ വെച്ച് എനിക്ക് മരിച്ചാൽ മതി, ആ ദേശത്ത് പോയി പാർക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം അവളോടെ പ്രഖ്യാപിക്കുകയാണ്. രൂത്തിൻ്റെ 1-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ. അതിന് രൂത്ത്, നിന്നെ വിട്ടുവരുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. നിന്റെ ദൈവം എൻ്റെ ദൈവം. അത് വീട്ടിനും പറയാം, നിന്റെ ദൈവം, നീ എന്നെ കാണിച്ചെന്ന ദൈവം എൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ ദേശത്തേക്ക് ഞാൻ വരും, അവിടെ പാർക്കുന്നിടത്തേക്ക് വരും. എനിക്ക് ആ ദേശം അറിയില്ല, പക്ഷേ ആ ദേശമാണ് എൻ്റെ ദേശം എന്ന് അവൾ ഉറക്കെ പറയുന്ന കാഴ്ചയുണ്ട്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിനെന്ന്. നമുക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല, ഈ ഭൂമിയിലെ വസ്തുവകളല്ല, ഈ ഭൂമിയിലെ ബന്ധങ്ങളല്ല, ഈ ഉയരത്തിലുള്ളത് തന്നെ വലിയൊരു കാഴ്ച നമ്മൾ കാണുകയാണ് എങ്കിൽ, ഉയരത്തിലുള്ളവനെ കാണുകയാണ് എങ്കിൽ നമുക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എന്നീ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ എന്ന് പറയാം. മരിപ്പിച്ചാൽ മാത്രമേ നമുക്ക്
മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പൗരത്വം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും, ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നാം മരിപ്പിച്ചാൽ നാം ജീവിക്കും. നമുക്കൊരു എൻ്റെ ദേശം ഇവിടെയല്ല എന്ന് പാട്ടുകാരൻ പാടുന്നുണ്ട്. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ, അക്കരയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ ആത്മാവിൽ പാടുന്ന പാട്ട് അക്കരയാണ് എൻ്റെ ജീവിതനാട് എന്നാണ് പറഞ്ഞത്. കാരണം ആ ഒരു ഭവനം കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. മനോഹരമായ ഒരു സ്ഥലമൊരുക്കുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു പോയിരിക്കുന്നു. നമ്മയെല്ലാം പാർപ്പിക്കുന്നതിന് വേണ്ടി അതിമനോഹരമായ, കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെയും ചിന്തയിൽ പോലും വന്നിട്ടില്ലാത്ത ഒരു മനോഹര ദേശം അവൻ നമുക്കായി ഉണ്ടാക്കുന്നു. അവിടെ പോയി നമുക്ക് പാർക്കണ്ടേ പ്രിയരെ? അവിടെ പോയി നാം ജീവിക്കണ്ടേ? അതിനായി നമ്മുടെ എല്ലാ തെറ്റുകളും തിന്മകളും അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നാം വന്നാൽ മതി. ആ കുരിശിൻ്റെ ചുവട്ടിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കുരിശിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ പാവങ്ങളെ കഴുകുന്നത്. അവിടെ ഒഴുകി വരുന്ന പുണ്യാഹ രക്തമാണ് നമ്മളെ കഴുകുന്നത്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടെ വെച്ചാണ് നമുക്ക് അങ്ങോട്ടുള്ളൊരു PR കിട്ടുന്നത്. അവിടെ വെച്ചാണ് നമ്മുടെ ആ ദേശത്തേക്കുള്ള നമുക്കൊരു കാർഡ് കിട്ടുന്നത്. ആ കുരിശിൻ്റെ ചുവട്ടിൽ വന്ന് നമ്മുടെ പാപങ്ങളെ ഇറക്കി വെച്ച് അവൻ്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിൻ്റെ വകയായി നാം മാറുകയാണ് എങ്കിൽ ദൈവത്തിന് സ്തോത്രം. വലിയൊരു ശബ്ദം നമുക്ക് കേൾക്കാം. കുരിശിൻ്റെ ചുവട്ടിൽ 2 കള്ളന്മാർ കടന്നല്ലോ. ആ വലത്തുവശത്തെ കള്ളൻ എന്താണ് പറഞ്ഞത്? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. രാജാവാണെന്നുള്ള വലിയ കാഴ്ച, അവൻ രാജാതിരാജാവായി എഴുന്നള്ളി വരുന്ന അതിമനോഹരമായ ഒരു കാഴ്ച അവൻ കണ്ടുകൊണ്ട് അവൻ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണമേ എന്ന്. ആ വിശ്വാസം, അചഞ്ചലമായ ആ വിശ്വാസം, ദൈവത്തിന് സ്തോത്രം. അത് വലിയ കൃപയാണ് പ്രിയരെ. ഒരപ്പൻ്റെ കയ്യിൽ പിടിച്ച് ഒരു കുഞ്ഞ് നടക്കുമ്പോൾ അവനൊരു വലിയ ട്രസ്റ്റ് ഉണ്ട്, വല്ലാത്തൊരു ട്രസ്റ്റ് അവനുണ്ട്. കാരണം എൻ്റെ അപ്പൻ നടക്കുന്ന വഴി ഒരിക്കലും തെറ്റല്ല, എന്നെ സംരക്ഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവനിൽ ആശ്രയിച്ച് അവനിൽ വിശ്വസിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ആ നിത്യരാജ്യത്തിലേക്ക് എത്താൻ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ലവനായ ദൈവമേ, നിത്യനായ ദൈവമേ, കർത്താവേ, നല്ലൊരു സമയം നീ ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്നയോളം ഞങ്ങളെ നടത്തിയ വഴികൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ തട്ടുകിടപ്പാനല്ല കർത്താവേ ഞങ്ങൾ നിൻ്റെ മുക്കിലേക്ക് വരുന്നത്, നിൻ്റെ നാട്ടിലേക്ക് ജീവിക്കാൻ, നിൻ്റെ നാട്ടിൽ, നിത്യതയുടെ നാട്ടിൽ ജീവിക്കാൻ, നിന്നോടൊപ്പം ജീവിക്കാൻ, നിനക്ക് സദാ സ്തോത്രം പാടി ജീവിക്കുവാനുള്ള കൃപ അടിയങ്ങൾക്ക് തരണമേ. നിൻ്റെ നാമം ഉയർന്നിരിക്കണമേ കർത്താവേ. നിൻ്റെ കുരിശിനെ ഞങ്ങളെ മറച്ചു നിർത്തിക്കണമേ. എല്ലാം മഹത്വവും നീ മാത്രം എടുക്കണമേ. എല്ലാം യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടറിയണമേ. ആമേൻ.